കെ.സി. വേണുഗോപാലിലേക്ക് മുഖ്യമന്ത്രി കസേര അടുപ്പിക്കാൻ കൂടുതൽ പാർട്ടിത്തല ഓപ്പറേഷനുകൾ നടക്കുകയാണ്. യുവ തുർക്കികളിൽ പലരും കെ.സി. വേണുഗോപാലിന്റെ ക്യാമ്പിലാണെന്നാണ് വിവരങ്ങൾ. കോൺഗ്രസിൽ നടക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാത്യു കുഴൽനാടന്റെ പ്രസ്താവന ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വി.ഡി. സതീശനെ ഞെട്ടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാകാൻ എം.എൽ.എ. ആകണമെന്നില്ല എന്നും എം.എൽ.എ. അല്ലാത്ത ആൾക്കും മുഖ്യമന്ത്രിയാകാം എന്നുമാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. ഷാഫി പറമ്പിൽ മുമ്പേ തന്നെ വി.ഡി. സതീശനുമായുള്ള ചില അകൽച്ചകളുണ്ട്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലാണ് അത് സംഭവിച്ചത്. കോൺഗ്രസിലെ യുവ തുർക്കികൾക്ക് ഇപ്പോൾ ഏറെ ഹൃദ്യം കെ.സി. വേണുഗോപാലാണ്. വി.ഡി. സതീശനിൽ നിന്നും കെ.സി. വേണുഗോപാലേക്ക് ചില വ്യത്യാസങ്ങളും ചില പ്രത്യേകതകളും ഒക്കെയുണ്ട്. വി.ഡി. കടുംപിടുത്തക്കാരനാണ്. അധികാരത്തിലെത്തിയാൽ അഴിമതിയും സ്വജനപക്ഷപാതവും കാണിക്കാൻ വി.ഡി. സതീശൻ അനുവദിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് എറിഞ്ഞതുപോലെ ഇത്തരക്കാരെ എടുത്തെറിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കെ.സി. വേണുഗോപാൽ അങ്ങനെയല്ല. ലൂസ് രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. കൈ അയച്ച് ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും. ഇത്രമാത്രം കാത്തിരുന്ന് അധികാരം കിട്ടുമ്പോൾ ആദർശവും ആശയവും ഒന്നും യുവനിരക്ക് ഒട്ടും പിടിക്കുന്നില്ല. നിയന്ത്രണവും കർശന നിലപാടും ഒക്കെ ആണെങ്കിൽ എന്ത് നേട്ടമെന്നും ചോദിക്കുന്നവരുണ്ട്. അതിനാൽ തന്നെ കോൺഗ്രസിലെ ഏറെ പേർ ലൂസ് രാഷ്ട്രീയത്തിന്റെ വക്താവായ കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നു. അധികാരം കിട്ടിയിട്ട് ഇത്തിരി കയ്യിലിരിപ്പ് അഴിമതിയും 10 കായും ഒക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമെന്ന് പരസ്യമായി തന്നെ നിലപാടെടുക്കുന്നവരുണ്ട്. വി.ഡി. സതീശനാണെങ്കിൽ ആദർശത്തിലും അഴിമതിരഹിത ഭരണത്തിലും കടുകിട വ്യതിചലിക്കില്ല. കെ.സി. ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാം. ഈ സാധ്യതകൾ ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ ക്യാമ്പിലേക്ക് യുവ തുർക്കികളെയും പാർട്ടി നേതാക്കളെയും എത്തിക്കുകയാണ്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പിന്തുണയും കെ.സി. വേണുഗോപാലിനുണ്ട്. കെ.സി. വന്നാൽ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും തിരിച്ചെടുക്കും എന്ന് പറയുന്നവർ ഉണ്ട്. എന്തായാലും ജനങ്ങൾക്കിടയിലും വിവിധ സർവേകളിലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നാണുള്ളത്. വി.ഡി. കഴിഞ്ഞാൽ അടുത്ത കൂടുതൽ ജനകീയൻ രമേശ് ചെന്നിത്തലയാണ്. കെ.സി. വേണുഗോപാലിനെ വിവിധ സർവേകളിൽ 10% പോലും ആളുകൾ പിന്തുണയ്ക്കുന്നില്ല. അത്രമാത്രം ജനങ്ങളുടെ സപ്പോർട്ട് കെ.സി. വേണുഗോപാലിന് ഇല്ല എന്നതാണ് വസ്തുത. എന്നാൽ പാർട്ടിയും യുവ തുർക്കികളെയും കൈക്കലാക്കി അധികാരം പിടിക്കാനാണ് കെ.സി.യുടെ നീക്കം. തനിക്ക് മുഖ്യമന്ത്രി പദം കിട്ടാതെ വന്നാൽ ഒടുവിൽ രമേശ് ചെന്നിത്തലയും കെ.സി.യെ പിന്തുണച്ചേക്കും. കെ. സുധാകരൻ, ബെന്നി ബെഹനാൻ, മാത്യു കുഴൽനാടൻ തുടങ്ങിയ നേതാക്കൾ ഇപ്പോൾ തന്നെ കെ.സി.യുടെ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ ഈ തിരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ കോൺഗ്രസ് അട്ടിമറിക്കുന്നതിന് തുല്യമാണ് എന്നും പറയുന്നുണ്ട്. ജയിച്ചു കഴിയുമ്പോൾ തന്നെ ആദ്യം തന്നെ ജനത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടിയ മുഖങ്ങളെ തിരസ്കരിച്ച് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നും ആളുകളെ എത്തിച്ചാൽ ജനവിധിക്ക് എതിരാകുമെന്നും പറയുന്നു. ഇത് ജനരോഷത്തിനും കാരണമാകുമെന്നും പറയുന്നുണ്ട്. എന്തായാലും 10 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേറാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന കോൺഗ്രസിന് വെല്ലുവിളിയാകുക ചക്കളത്തിൽ പോരാകും. ഘടിച്ചു നിൽക്കുന്നവരെ ചേർത്ത് നിർത്താനുള്ള അസാമാന്യ പാഠം ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായെത്തുന്ന ആ മുഖ്യമന്ത്രിക്ക് വേണ്ടത് അനിവാര്യം. എന്തായാലും ഒടുവിൽ തീരുമാനം സോണിയാഗാന്ധി കൈക്കൊള്ളും. സോണിയയ്ക്ക് ബോധിക്കുന്ന ആൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയാകുന്നത്. കേന്ദ്രത്തിൽ സോണിയും രാഹുലുമായി അടുത്ത ബന്ധം കെ.സി. വേണുഗോപാലിനാണ് എന്നതും വി.ഡി. അനുകൂലിക്കുന്നവർക്ക് തലവേദനയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.